മുതിർന്ന CPM നേതാവ് മുൻ ധർമ്മടം MLA-യുമായ KK നാരായണൻ അന്തരിച്ചു. പെരളശ്ശേരി സ്കൂളിൽ ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു അന്ത്യം. പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടും തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളും സഹകരണ രംഗത്തെ ഇടപെടലുകളും എല്ലാമായി അടിമുടി കമ്മ്യൂണിസ്റ്റാണ് KK നാരായണൻ. വിശ്രമമില്ലാത്ത ആ ജീവിതത്തിന്റെ അന്ത്യം പോലും തന്റെ എല്ലാമായ നാട്ടുകാരുടെ ഇടയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു. പെരളശ്ശേരി മുണ്ടല്ലൂർ ന്യൂ LP സ്കൂളിൽ NSS ക്യാമ്പിലെ കുട്ടികളുമായി സംസാരിച്ചിരിക്കെ കുഴഞ്ഞു വീണാണ് അദ്ദേഹം അന്തരിച്ചത്. പെരളശ്ശേരിയുടെ പണ്ടത്തെ അവസ്ഥ കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചു. അത് ഇങ്ങനെ: പെരളശ്ശേരിയിൽ 2-3 കടകളിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ഭാഗത്ത് അവിടെ ഇങ്ങോട്ട് മുഖം തിരിച്ച് ഒരു കടയുണ്ടായിരുന്നു. ആ കടയുടെ താഴെ തുണി ഷാപ്പുണ്ടായിരുന്നു, മരുന്ന് ഷാപ്പുണ്ടായിരുന്നു. മരുന്ന് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ആയുർവേദം മരുന്ന് ഷാപ്പ് ഉണ്ടായിരുന്നു. ആ മാർച്ചിന് പേര് ഇടക്കടവ് കയർസഹകരണ സംഘം എന്ന് പറയുന്ന സഹകരണ സംഘത്തിൻ്റെ ആഫീസാണ് പ്രവർത്തിച്ചത്. ഈ പ്രസംഗത്തിന് ശേഷമാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ ബാങ്ക് പ്രസിഡന്റ്, വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ, കണ്ണൂർ AKG സഹകരണ ആശുപത്രി പ്രസിഡന്റ് എന്നീ നിലകളിലും KK നാരായണൻ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ സംസ്ഥാന സഹകരണ യൂണിയൻ അംഗമാണ്. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന അദ്ദേഹം 2011 ധർമ്മടം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷവും ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്ക് ഇരയായ നേതാവ് കൂടിയാണ് KK നാരായണൻ. ബീഡി തൊഴിലാളി നേതാവായാണ് പൊതുജീവിതം ആരംഭിച്ചത്. ടുബാക്കോ വർക്കേഴ്സ് യൂണിയന്റെയും കണ്ണൂർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെയും നേതൃത്വവും വഹിച്ചിരുന്നു. ദീർഘകാലം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. എടക്കാട് ഏരിയ സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ചു. പരേതരായ കൈപ്പച്ചേരി കുന്നുംപുറത്ത് കണ്ണന്റെയും വാഴവളപ്പിൽ മാധുവിന്റെയും മകനാണ്. സുശീലയാണ് ഭാര്യ. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീഷ്, ഷാജേഷ് എന്നിവർ മക്കളാണ്. മൃതദേഹം ബുധനാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെ പെരളശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ CPM എടക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ടാകും. 4 മണിക്ക് ശേഷം പയ്യാമ്പലത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും. KK നാരായണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരവ് ഏറ്റുവാങ്ങിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു KK നാരായണൻ എന്നും ജനപ്രതിനിധി എന്ന നിലയിലും സഹകാരി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഇടപെട്ട മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്പീക്കർ AN ഷംസീറും KK നാരായണന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, K സുധാകരൻ MP, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ KK നാരായണന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.